ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വ്ളോഗ് നോക്കിയാലോ. ഞായറാഴ്ച തന്നെ ബോറടിച്ചിരുന്നപ്പോൾ നേരെ ഉമ്മാരെ വീട്ടിലോട്ട് വിട്ടു. അവിടെ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം മാമീൻ്റെ മോളും ഞാനും കൂടി നേരെ നമ്മൾ കടയ്ക്ക് തിരുവാതിരയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്തു. അവൾ നേരെ പോയി. എനിക്കൊരു ഫ്രോക്ക് എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. മാമീൻ്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. പിന്നെ നേരെ അങ്ങോട്ട് പോയി. 19 രൂപ മുതൽ 999 രൂപ വരെയാണ് ഇവിടെ ഉള്ളത്. അടിപൊളി നല്ല സൂപ്പർ ഫ്രോക്കും ചുരിദാറൊക്കെ കിടന്നു. പിന്നെ എനിക്ക് ഈ ചുരിദാറൊക്കെ ഇങ്ങനെ കണ്ണിങ്ങനെ അങ്ങോട്ടൊക്കെ പോയി. പിന്നെ ഞാൻ മൈൻഡ് ചെയ്തില്ല, ഫ്രോക്ക് എടുക്കാനുള്ളതുകൊണ്ട് നേരെ കയറി അങ്ങോട്ട് പോയി. ചെന്നപ്പോഴേ എനിക്ക് ഈ ഒരു ഫ്രോക്കാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ എനിക്കിഷ്ടപ്പെട്ട ഈ ഒരു വൈറ്റ് ആയിരുന്നു. പിന്നെ കുഞ്ഞു കുട്ടിയായതുകൊണ്ട് വൈറ്റ് മുതലാവില്ലെന്ന് പറഞ്ഞ് ഞാനത് അവിടെ വെച്ചു. ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഏതാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഈ ഫ്രോക്ക് എന്തായാലും ഞാൻ കൺഫേം ചെയ്തു, എനിക്കിഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത ഫ്രോക്ക് ഇതിൽ കാണിക്കാം. ഈ ഒരു ഫ്രോക്കായിരുന്നു എടുത്തത്. ഇതും എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ നേരെ കടയ്ക്ക് തിരുവാതിരയ്ക്ക് പോയി. ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ബോറടിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത് തന്നെ. ആദ്യമായിട്ട് പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. വർക്കല ശിവഗിരിക്കൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു ഇത് തന്നെ എനിക്ക് ഫീൽ ചെയ്തത്. എന്നിട്ട് നേരെ പോയി നമ്മൾ മാമീൻ്റെ മോളെയൊക്കെ കണ്ടുപിടിച്ചു. അവിടെ ഉണ്ടായിരുന്നു അവർ, മാമീൻ്റെ മോളും. പിന്നെ നമ്മൾ 5 പേരും കൂടെ അങ്ങോട്ട് നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ നമ്മൾ ഓരോ ഫുഡൊക്കെ കഴിച്ച് നോക്കാമെന്നൊക്കെ വിചാരിച്ച് അതിൻ്റെ അകത്തൂടെയൊക്കെ നടന്നു. അപ്പോൾ നിങ്ങളെന്തായാലും പോയിട്ടില്ലെങ്കിൽ പോയി നോക്കണം, കൊള്ളാം. വൈകുന്നേരമൊക്കെ വന്നാൽ ലൈറ്റൊക്കെ കാണാം, അതൊക്കെയാണ് അടിപൊളി. നമ്മൾ പിന്നെ ആ സമയത്തല്ല പോയത്, പിന്നെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലേറ്റ് ആവുന്നതുകൊണ്ട് വെക്കുന്ന ഇറങ്ങി. ഫോട്ടോ ഫ്രെയിമിൻ്റെ അവിടെ എത്തിയപ്പോൾ ജസ്റ്റ് ഒന്ന് ചാഞ്ചാടി മേടിച്ചാലോ ചെയ്താലോ എന്ന് ആലോചിച്ചു. 150 രൂപ മുതൽ 350 രൂപ വരെയായിരുന്നു. പിന്നെ നൈസിന് മാറിപ്പോയി. പിന്നെ താണ്ട ഈ മുട്ടായി മേടിച്ചു, 20 രൂപയായിരുന്നു. നൊസ്റ്റ് മേടിച്ചു. പിന്നെ ഒരു അത്രയൊക്കെ അവൾ മേടിച്ചായിരുന്നു. പിന്നെ നേരെ ഇങ്ങനെ നടന്നു പോയി. ബാക്കിയെല്ലാം എനിക്ക് വിലയായിട്ട് തന്നെ തോന്നിയത്. പിന്നെ തുണിയൊക്കെ മേളയിലൊക്കെ കിടക്കുന്ന 199, 99 ആ റേഞ്ച് തന്നെ ആയിരുന്നു. പിന്നെ നേരെ പോയി നടന്ന് ഇങ്ങനെ പുറത്തിറങ്ങിയപ്പോഴാണ് ഫുഡിൻ്റെ ഒരു സെക്ഷൻ കണ്ടത്. അവിടെ എത്തിയപ്പോൾ കണ്ടത് എന്താണ്, പാനിപ്പൂരി ഉണ്ട്. അപ്പോൾ പിള്ളേർക്ക് കഴിക്കണമെന്ന് പറഞ്ഞു. പിന്നെ നേരെ പിള്ളേർ കഴിക്കാൻ വേണ്ടി പോയി. എനിക്കത്ര ഇതങ്ങോട്ട് ഇഷ്ടമല്ല, എന്തോ ഞാൻ ഒരു തവണ അയച്ചപ്പോഴേ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ പിള്ളേർ മാക്ക തിന്നുന്നുണ്ടായിരുന്നു. അത് അവർക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അവരോരോന്ന് കഴിച്ചു നോക്കുകയാണ്. അവർ കഴിച്ചിട്ട് അടുത്ത് എന്തെങ്കിലും ട്രൈ ചെയ്യുമ്പോൾ ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കിയപ്പം കണ്ടതെന്ന് വെച്ചാൽ എഗ് നൂഡിൽസ് ആയിരുന്നു. എഗ് നൂഡിൽസ് കഴിക്കാമെന്ന് വിചാരിച്ചു. കണ്ടപ്പോഴേ കഴിക്കാനൊരാഗ്രഹം തോന്നി. അങ്ങനെ പിള്ളേരെ തന്നെ ഓർഡർ ചെയ്തു. എന്നിട്ട് നമ്മൾ ഓരോന്ന് ട്രൈ ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തായിരുന്നു. ജസ്റ്റ് അത് കുറച്ച്, അതായത് സവാള, ക്യാപ്സിക്കം ഇതൊക്കെ ഇട്ടിട്ട് നൈസ്, കാണാൻ നല്ല രസമുണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. പിന്നെ ഒരു മുട്ടയൊക്കെ പൊട്ടിച്ചുത്തി അവരുടേതായ മസാലകളൊക്കെ ഇട്ടിട്ടാണ് ഈ നൂഡിൽസ് ഇതിലോട്ടിട്ട് വരുന്നത്. പക്ഷെ ചൂടോടുകൂടി നമ്മളെ കൈ തരുമ്പോൾ അടിപൊളിയായിരുന്നു. എനിക്ക് എന്തായാലും സത്യം പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ച് വലിയ ഗുണമൊന്നും കാണില്ലെന്ന് വെച്ചു. പക്ഷേ എനിക്ക് അവിടത്തേക്ക് ഏറ്റവും കഴിച്ചതിൽ ഇഷ്ടപ്പെട്ടത് ഇതാണ്. പിന്നെ കുറച്ച് സോസൊക്കെ ഒഴിച്ച് അവർ നമ്മളെ തരും. ഞാൻ തന്നെ ഫസ്റ്റ് ട്രൈ ചെയ്തു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ പിള്ളേരെല്ലാവരും കൂടെ വന്നു, നമ്മളെല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. നല്ല ചൂടുണ്ടായിരുന്നു, അതാണ് എക്സ്പ്രഷനൊക്കെ ഇട്ടത് ഞാൻ. നല്ല തിളപ്പുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം അവർ ഓർഡർ ചെയ്യുമ്പോൾ നോക്കിയിരുന്നപ്പോൾ പാവ് ബജ്ജിയൊക്കെ ഓർഡർ ചെയ്തു. പിന്നെ ഞാൻ നൈസിന് കഴിച്ചു നോക്കി. ഒരു ബന്നിലൊരു അവരൊരു പ്രത്യേകതരം മസാലയൊക്കെ ചേർത്ത്. എനിക്കങ്ങോട്ട് അത്ര പിടിച്ചില്ല. പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടു. പിള്ളേർക്ക് പിന്നെ ഇഷ്ടപ്പെടാതിരിക്കും. എനിക്കങ്ങോട്ട് അത്ര പിടിച്ചില്ല. ഞാൻ ഇതുപോലെ കഴിച്ചുള്ളൂ. പിന്നെ നേരെ നമ്മൾ സർബത്ത് കുടിക്കാൻ വേണ്ടി പോയി. അതൊന്ന് എടുത്ത് പറയേണ്ട കാര്യമാണ്. ആ പയ്യൻ സർബത്ത് ഉണ്ടാക്കുന്നത് എൻ്റെ പൊന്നോ, കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഗ്ലാസ് എന്ത് പൊട്ടാത്തിന്ന് പറഞ്ഞ് നമ്മളെല്ലാം കൂടെ ചിന്തിച്ചു. അത്രയ്ക്കുള്ള രീതിയായിരുന്നു സർബത്ത് അടിക്കുന്ന. കണ്ടുകൊണ്ട് നിന്ന് ഊപ്പാട് വന്നു. എന്തുമായിരുന്നു, അവിടെ ഉള്ള എല്ലാവരും കേട്ടു ശബ്ദം, അത്രയ്ക്ക് ഇതായിരുന്നു. പിന്നെ നമ്മൾ കുടിച്ചു. 2 ഫ്ലേവറാണ് പറഞ്ഞത്, പൈനാപ്പിളും ഗ്രേപ്സും. നമ്മൾ ഓരോരുത്തർ ഇങ്ങനെ ഷെയർ ചെയ്താണ് കുടിക്കുന്നത്. ഓരോ കവളോച്ചൊക്കെ ഇങ്ങനെ കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ട്രൈ ചെയ്യാമല്ലോ. എനിക്കിതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പൈനാപ്പിളിന് കുറച്ച് മധുരം കൂടിപ്പോയി, എനിക്കങ്ങോട്ട് അത്ര സെറ്റായില്ല. പക്ഷേ ഗ്രേപ്സ് പൊള്ളിയായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് നമ്മളിങ്ങനെ വെള്ളമൊക്കെ കുടിച്ചിട്ട് അടുത്ത ഐസ്ക്രീമൊക്കെ അവർ കുടിച്ചായിരുന്നു. എന്നിട്ട് ആലോചിച്ചു അടുത്തതിന് എന്ത് പരിപാടി എന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് പിന്നെ അങ്ങോട്ട് പോയപ്പോൾ റൈഡ് തുടങ്ങി. 5:30 മണി ആയതേ ഉള്ളായിരുന്നു. പിന്നെ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് 5:30 മണിയായി, നമുക്ക് വീട്ടിൽ പോകണം, ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിച്ചു. പിന്നെ അവർ പറഞ്ഞു ഓക്കെ കയറിക്കോളാൻ പറഞ്ഞു. ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് 80 രൂപയായിരുന്നു. വണ്ടർലയിലൊക്കെ പോയിട്ട് കയറിയിട്ട് പിന്നെ കുറേ നാളായിരുന്നു ഇതിൽ കയറിയിട്ട്. എന്നാലും കൊള്ളായിരുന്നു എക്സ്പീരിയൻസ്, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടി. മറ്റൊരു വീഡിയോ. അന്നേരം ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.